സിപിഎം പ്രതിനിധിയിലേക്കാണ്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇന്നിപ്പോൾ കോടികളുടെ സഹായമാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നത്. 3 ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപനമാണ് കേന്ദ്രം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ചുവപ്പുനാടയുടെ തടസ്സങ്ങളില്ലാതെ വളരെ വേഗത്തിൽ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു എന്നാണോ? നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. ഒന്ന്, കാലഹരണപ്പെട്ട അല്ലെങ്കിൽ 60കളിലും 70കളിലും എല്ലാം ഉണ്ടാക്കിയ നിരവധി നിയമങ്ങൾ, ആ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ചുകൊണ്ട് വ്യവസായ സൌഹൃദത്തിന് അന്തരീക്ഷം ഒരുക്കുന്ന തരത്തിലുള്ള പുതിയ ഒരു നിയമനിർമ്മാണം നടത്തി. അതുപോലെ MSMEയുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പരമാവധി റിലാക്സേഷൻ കൊടുക്കുന്ന തരത്തിൽ റൂൾസ് എല്ലാം അമെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ കേരളത്തിൽ MSME തുടങ്ങാൻ വേണ്ടിയിട്ട് വരുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം, അത് രാഷ്ട്രീയ സാഹചര്യം, സാമ്പത്തിക സാഹചര്യം, അതുപോലെ തന്നെ സാമൂഹ്യ സാഹചര്യം ഇവ ഒരുക്കി. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞവർ തന്നെ ഏറ്റവും നിക്ഷേപത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് കേരളം എന്ന് തിരുത്തി പറയാൻ പറ്റിയ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി. അതുപോലെ ഇവിടെ ശ്രീ ശശി തരൂർ അടക്കം അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ വെറും 2 മിനിറ്റ് മതി ഇവിടെ ഒരു വ്യവസായ സംരംഭം ആരംഭിക്കാൻ എന്ന രൂപത്തിലേക്ക് നിയമവും അതുപോലെ സാമൂഹ്യ സാഹചര്യങ്ങളും മാറിയത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അത് മൈക്രോ ആയാലും മിനി ആയാലും മീഡിയം ആയാലും അതുപോലെ സ്മോൾ ആയാലും എന്റർപ്രൈസസുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഉള്ള നിയമമാണ് റിലാക്സേഷൻ വരുത്തിയത്. അതുപോലെ അടുത്ത കാലത്ത് കോവിഡിന് ശേഷം എല്ലാം വന്ന കണക്കുകൾ പ്രകാരം എടുത്തു പരിശോധിച്ചാൽ ലോകത്താകമാനം ബിസിനസിന്റെ വളർച്ച 46% ആയിരിക്കുമ്പോൾ ഇവിടെ 256% സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിലുമുള്ള വളർച്ച ഇത്തരത്തിലുള്ള നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നല്ല പ്രചരണത്തോടെ എല്ലാ മുന്നൊരുക്കങ്ങളും വച്ചുകൊണ്ട് കേരളത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കാൻ പാകത്തിന് സംഘടിപ്പിച്ചത്. ഇപ്പൊ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇത് പ്രധാനമായും ചർച്ച ചെയ്യാനുണ്ടായിട്ടുള്ള സാഹചര്യം ശശി തരൂരിന്റെ ലേഖനവും അതിനുശേഷം ആ ലേഖനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വസ്തുതയുമാണ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ല താൻ ഈ ലേഖനം എഴുതിയത്, മറിച്ച് ലോക സാഹചര്യങ്ങളും ഏകദേശം 45 ലക്ഷത്തോളം കമ്പനികളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ് അതിനെ സാധൂകരിക്കുന്ന സാഹചര്യമുണ്ടായി. അതെല്ലാം ഗൌരവത്തോടെ ചർച്ച ചെയ്യപ്പെട്ടു. ഏതായാലും പ്രതിപക്ഷ നേതാവ് അടക്കം അതിൽ പങ്കെടുത്തു. അദ്ദേഹം അതിൽ സംസാരിച്ചു. കേരളത്തിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് പ്രതിപക്ഷത്തിന്റേതടക്കം പിന്തുണ ഉണ്ടാകുമെന്ന് അവിടെ വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഇതേ നിലപാട് വേണം എന്നുകൂടി പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അല്ല, അത് ഞങ്ങളിപ്പോ അടുത്തെങ്ങാനും പ്രതിപക്ഷത്ത് ഇരിക്കാൻ പോകുന്നില്ലല്ലോ. ഞങ്ങൾ ഭരണപക്ഷത്ത് തന്നെയാണ് 9 കൊല്ലമായിട്ട് ഇരിക്കുന്നത്. വരുന്ന കുറെ വർഷത്തേക്ക് ഞങ്ങൾ ഭരണപക്ഷത്ത് തന്നെയായിരിക്കും. ഇത്തരത്തിൽ ലോക പ്രതിനിധികളടക്കം പങ്കെടുക്കുന്ന 10,3500 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞ ആ വാചകത്തിന്റെ ഒരു സാധ്യത നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷെ അത്തരത്തിലൊരു വാചകം അദ്ദേഹം പറയേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കി എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് തന്നെ സംസാരിച്ചത്. ഇപ്പൊ ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടി എന്ന രൂപത്തിൽ തന്നെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിങ്ങൾ വളരെ പോസിറ്റീവായി കാണുന്ന ശശി തരൂരിന്റെ ലേഖനത്തിലും അതുണ്ടല്ലോ. അതെ, അതിൽ ആ ലേഖനം അവസാനിക്കുന്നത് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക മാറ്റത്തെ അംഗീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സാമ്പത്തിക മാറ്റത്തെ എത്ര കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കിയാലും, അത് കണ്ടില്ലെന്ന് നടിച്ചാലും അത് അത്തരത്തിൽ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ സാഹചര്യങ്ങളെല്ലാം തെളിയിക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യം പുറത്തു വന്ന ചർച്ചയാകുമ്പോഴും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ഈ 3,46,000 സംരംഭങ്ങൾ ഈ കേരളത്തിൽ വന്നു എന്നതിന് ഒരു തെളിവുമില്ല എന്നതാണ്. എന്നാൽ അതിന് മറുപടിയായിട്ട് വ്യവസായ മന്ത്രി വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ആക്കി ഒരു പ്രൊജക്ടറൊക്കെ വെച്ച് കാണിച്ചല്ലോ. ഏത് മണ്ഡലത്തിൽ, ഏത് പഞ്ചായത്തിൽ ആരാണ് നിക്ഷേപിച്ചത്, എത്ര രൂപയുടേതാണ് എന്ന രൂപത്തിൽ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പല UDF നേതാക്കന്മാരും ഇന്നലെ വരെ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു വ്യവസായ അനുകൂല സാഹചര്യമല്ല കേരളത്തിൽ എന്നതാണ്. ഇപ്പൊ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അമേരിക്കയും റഷ്യയും അതുപോലെ തന്നെ ഫ്രാൻസും ഇത്തരം പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ കേരളത്തിൽ എത്തിയതിനു ശേഷമാണ് വ്യവസായ സൗഹൃദമല്ല എന്ന് ഇന്നലെ വരെ പറഞ്ഞത്. പക്ഷെ ഇന്നത് മാറ്റി പറഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മത നിറവ്യത്യാസമില്ലാതെ വികസനത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് പോകണമെന്ന കാഴ്ചപ്പാട് തന്നെയാണ് കഴിഞ്ഞ 9 കൊല്ലമായി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്.